ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിന്റെ ലോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ കൈ തട്ടിയാലോ പുറകോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് മുൻ പൈലറ്റ് ക്യാപ്റ്റൻ ദിലീപ് ദേശ്മുഖ്. മറ്റൊരു സാധ്യത വിമാനത്തിന്റെ 2 എഞ്ചിനും ഫെയിലാവുക എന്നുള്ളതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു ആൻഡ് ദെൻ റൺ ചെയ്തു. അത് ആര് ചെയ്തെന്നുള്ള കാര്യം അവർ പറയുന്നില്ല. അപ്പം അടുത്തതായി ചോദിക്കുന്നത്, ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു, ഡിഡ് യു കട്ട് ഓഫ് ദ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച്, നിങ്ങൾ ഓഫ് ചെയ്തോ? അപ്പൊ ആ പൈലറ്റ് പറയുന്നു, ഇല്ല, ഞാൻ ഓഫ് ചെയ്തില്ല. അപ്പൊ ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് എങ്ങനെ ഓഫായി എന്നുള്ളതിന് ഒരു ആൻസർ അവർ പറയുന്നില്ല. അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിനെ കുറിച്ച് ഒരു ബുള്ളറ്റിൻ ബോയിങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ടെക്നിക്കൽ ബുള്ളറ്റിൻ. എല്ലാ എയർക്രാഫ്റ്റിനും അത് ചെക്ക് ചെയ്യണം, കാരണം അതിന്റെ മെക്കാനിക്കൽ ലോക്ക് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് എല്ലാവരും ചെക്ക് ചെയ്യണമെന്നുള്ളത്, എല്ലാ എയർലൈനും ചെക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് അതിന്റെ ലോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൈ തട്ടുമ്പോഴോ അല്ലാതെയോ അത് പുറകോട്ട് വരാൻ ചാൻസ് ഉണ്ടായത് കൊണ്ടാണ് ഈ ബുള്ളറ്റിൻ ഇറക്കിയത്. പക്ഷെ എന്നാലും 2 ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചും ഒരുമിച്ച് അതിന് മെക്കാനിക്കൽ ലോക്ക് പോവുകയും അത് പുറകോട്ട് വരികയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ട് പൈലറ്റ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു, റൺ ചെയ്തു? അത് ഏത് സമയത്ത് പൈലറ്റ് ചെയ്യും? അതിന് ഒരു ഉത്തരമുണ്ട്. 2 എഞ്ചിനും ഫെയിൽ ആവുകയാണെങ്കിൽ പൈലറ്റ്സിന്റെ മെമ്മറി ഐറ്റംസ് ആണ്, ചെക്ക് ലിസ്റ്റിന്റെ മെമ്മറി ഐറ്റംസ് ആണ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് കട്ട് ഓഫ് ചെയ്ത് വീണ്ടും റൺ ചെയ്യുക. അതുപോലെ അടുത്ത സ്റ്റെപ്പ് റാം എയർ ടർബൈൻ റാറ്റ് അത് മാനുവലി സെലക്ട് ചെയ്ത് ഓൺ ചെയ്യുക. ഇത് രണ്ടും പൈലറ്റിന്റെ മെമ്മറി ഐറ്റംസ് ആണ്. അപ്പൊ പൈലറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 2 എഞ്ചിനും ഓഫ് ആയിട്ടുണ്ടാകണം, പിന്നെ എഞ്ചിനും ഫെയിൽ ആയിട്ടുണ്ടാകണം. എന്നാൽ മാത്രമേ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് പൈലറ്റ് കട്ട് ഓഫ് ചെയ്ത് തിരിച്ച് റൺ ചെയ്യുള്ളൂ.